ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്, എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഞാനെന്താ വീഡിയോ ഇടാത്ത കാരണം വെച്ചാൽ ഞാൻ അനിയൻ്റെ വെഡ്ഡിങ് ഉണ്ട് വരുന്നത്, അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ പതുക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ പെണ്ണിന് വേണ്ടിയിട്ടുള്ള മഹർ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് ഞാനും പിന്നെ ഉമ്മയും അപ്പോൾ ജാബിയും മക്കളും പിന്നെ കാക്കി ആട്ടോ വരുന്നത്. അനിയൻ വന്നിട്ടില്ല, അവന് വെഡ്ഡിങ്ങിന് ഒരു 10 ദിവസം മുമ്പേ എത്തുള്ളൂ. അപ്പോൾ മഹറൊക്കെ വേഗം വാങ്ങിക്കോളാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്ക അതാ മെനിഞ്ഞാന്ന് കേട്ടോ വന്നത്, 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് എടുത്ത് വെച്ചാൽ പിന്നെ അത് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ അത് സെറ്റാക്കാൻ വെച്ചിട്ട് വേഗം മഹർ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടുള്ള മലബാർ ഗോൾഡിലാണ്. അപ്പോൾ ഇവിടെ മുക്കത്തുണ്ട് അതിൻ്റെ ഷോറൂം, പക്ഷേ കുറച്ചുകൂടി ഒരു കളക്ഷൻസൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് തന്നെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഷോപ്പ് അപ്പുറമായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഷോറൂം തന്നെയാണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്, പാർക്കിംഗ് ആയാലും അതേപോലെ എല്ലാത്തിനും 4 നിലകളിലായിട്ട് അങ്ങാനും ആണുള്ളത്. അതുകൊണ്ട് നല്ല കസ്റ്റമറിനൊക്കെ നല്ല സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ മുകളിലത്തെ ഏറ്റവും ടോപ്പിലാണ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ബുദ്ധിമുട്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്കവിടെ മക്കളെ കൊണ്ടുപോയി ആക്കിയാൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മൾ പോകുന്നവരെ അവരെ കയ്യിലായിരിക്കും മക്കളുണ്ടാവും കേട്ടോ. അവർ നല്ല കെയറാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ ഞങ്ങളിതാ അവിടെ വന്ന് ഗോൾഡ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു കോഫിയൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. വീഡിയോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്ക് ലെങ്ത്ത് കുറവാണ് വീഡിയോക്കൊക്കെ. അങ്ങനെ കുറച്ചും കൂടിയൊക്കെ എടുക്കേണ്ടതിനും എനിക്ക് അന്ന് തോന്നി. അത് പിന്നെ അങ്ങനെയാണ്, ഞാൻ എന്ത് വീഡിയോ എടുത്താലും വിചാരിക്കും കുറേ ഉണ്ട് എന്ന്. പക്ഷേ എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴാണ് പിന്നെ മനസ്സിലാവുക കേട്ടോ. പിന്നെ ജാബി ഞാനും ഞങ്ങളൊക്കെ കോഫിയൊക്കെ കുടിച്ച്. അപ്പോൾ മഹർ ഏതാ എടുത്തത് ഞാനിതിൽ കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ഓരോന്നോരോന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഗോൾഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള സമയത്തേന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയൊരു ഇതിലൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു 4 പവൻ ഒതുങ്ങുന്ന മഹർ സെറ്റാട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലത് കിട്ടുമ്പോൾ നല്ല അടിപൊളി ഇതൊക്കെ 5 പവനിലാട്ടോ വരുന്നത്. അപ്പോൾ കൂടുതൽ ഹെവി ആയിട്ട് വരുമ്പോൾ പവന് കൂടുന്നുണ്ടായിരുന്നു. ഉറപ്പും കാര്യവും പവന് കൂടുമ്പോൾ അനുസരിച്ച് കിട്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഗോൾഡ് റേറ്റ് നന്നായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചേ വാങ്ങാനും കഴിയുള്ളൂ. അപ്പോൾ 4 പവനിലുള്ളൊരു മഹർ സെറ്റ് നമ്മളെടുത്ത് അങ്ങനെ അതൊക്കെ ബില്ലിങ്ങിൽ കൊടുത്തിട്ട് ഞങ്ങൾ പ്ലേ ഏരിയയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ യാതൊരു ബോറിങ്ങും ഇല്ല കേട്ടോ. അവിടുന്ന് നല്ലോണം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ ഒട്ടും ബോറടിക്കില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഷൂട്ടിയും തോന്നി എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അവർ കളിക്കുന്നതൊക്കെ സന്തോഷം കൊണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഞങ്ങൾ താഴേക്ക് പോയിട്ടോ. പിന്നെ മഹർ 1 തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്, 2 ആക്കി കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് നമ്മൾ ചെറിയ നെക്ലേസും ബ്രേസ്ലെറ്റും ഒരു റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹർ 1 കൊടുക്കാനാണ് കേട്ടോ പ്ലാന്. അതിന് 2 വെച്ച് കൊടുക്കാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ജാബിയും ഞങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു 1 മതി, ഉള്ളത് നല്ല കുറച്ച് കട്ടിയിൽ നല്ലതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസിഷൻ എടുത്ത് അങ്ങനെ 1 ആക്കിയതാണ് കേട്ടോ. കാരണം നമ്മൾ എൻഗേജ്മെൻറ്റ് കൊടുത്തതാണല്ലോ, ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ആവശ്യമെല്ലാം തോന്നി അങ്ങനെ 1 ആക്കിയതാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇവിടുന്ന് പിന്നെ പോരാൻ കൂട്ടക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ വാഷ്റൂമും കാര്യമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി മക്കളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മളും വൃത്തിയായി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കൊന്ന് പോയിട്ടോ. അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയും പെയ്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ എല്ലാം കൂടി കുറ്റിയും പറിച്ച് പിന്നെ വണ്ടി കയറി തിരിച്ച് ഞങ്ങൾ പിന്നെ ആ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ. ഇനിയും തുടർന്ന് വീഡിയോസൊക്കെ വരും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.